തിരുവല്ല മാതാ അമൃതാനന്ദമയി മഠത്തിൽ സമൂഹ ലളിത സഹസ്രനാമ പാരായണ ജപയജ്ഞവും ശ്രീചക്ര പൂജയും അതിവിശിഷ്ടമായി നടന്നു. ആധ്യാത്മിക കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളിൽ സമൂഹ പ്രാർത്ഥനയും ജപവും ആരാധന രീതിയും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ യജ്ഞത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 മാസമായി ലളിതാ സഹസ്രനാമ പാരായണ ജപയജ്ഞം തിരുവല്ലയിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്തജന കൂട്ടായ്മകൾ നടത്തി വന്നിരുന്നു. ഈ യജ്ഞത്തിൻ്റെ സമാപന സമർപ്പണമാണ് ശ്രീചക്ര പൂജയോടെ സമാപിച്ചത്. ആറ്റുപുറത്തില്ലം ബ്രഹ്മശ്രീ പരമേശ്വരൻ പോറ്റി ശ്രീചക്ര പൂജയുടെ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. പേർ ചേർന്ന് കൂട്ടമായി ലളിതാ സഹസ്രനാമം ജപിച്ചത് ഭക്തർക്ക് നവ്യാനുഭവം പകർന്നു. മാനസിക ദൗർബല്യങ്ങളെ അകറ്റി കരുത്തുറ്റ വ്യക്തികളാക്കി സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുക എന്നതാണ് മഠം ഉദ്ദേശിച്ചത്. സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹദ പഞ്ചകൃത ജാലന്ധരസ്ഥിത. പരിപാടിയിൽ അമൃതാനന്ദമയി മഠം തിരുവല്ല മഠാധിപതി പൂജനീയ സ്വാമിനി ഭവ്യാമൃതപ്രാണ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര പിന്നണി ഗായികയും ആധ്യാത്മിക പ്രഭാഷകയുമായ ആലീസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സിന്ദൂരാരുണ വിഗ്രഹ സിന്ദൂരം പോലെ ചുവന്ന വിഗ്രഹമായിട്ടുള്ളവളെ, സിന്ദൂരം പോലെ ചുവന്നവളെ, ത്രിനയന 3 കണ്ണുകളുള്ളവളെ. മാതാ അമൃതാനന്ദമയി സത്സംഗ സമിതി കാര്യദർശി പ്രേംകുമാർ, തിരുമൂലപുരം ഉണ്ണികൃഷ്ണൻ നായർ, മല്ലപ്പള്ളിയിലെ 30 ക്ഷേത്രങ്ങളിൽ നിന്നെത്തിയ ക്ഷേത്രഭരണ സമിതി അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. അന്നദാനത്തോടു കൂടിയാണ് ചടങ്ങുകൾ പൂർത്തിയായത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.